അപ്പോൾ ഹായ് ഗൈസ്, നമ്മുടെ ഈ ഗെയിമിലേക്കൊരു ന്യൂ ട്രക്കും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ആ ട്രക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോ കൂടി പറയുന്നതായിരിക്കും. പിന്നെ ഗൈസ്, എനിക്ക് ഈ ട്രക്കിൻ്റെ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ലീക്കൊക്കെ എന്തോന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. ഇതാണ് ഗൈസ് ആ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വരാൻ പോകുന്ന ഒരു ഇന്ത്യൻ ട്രക്കാണ്. ഈ ടാറ്റയുടെ ഒരു ട്രക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതെന്തായാലും നമ്മൾ ഗെയിമിലേക്ക് വരുമെന്ന് എപ്പോഴും കുറേ ലീക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ്, ഇത് ചിലപ്പോൾ അടുത്ത അപ്ഡേറ്റിലോ ചിലപ്പോൾ ഈ ജൂൺ അപ്ഡേറ്റിലോ വരാൻ ചാൻസുകളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. ഗൈസ്, ഞാൻ ഒരു ഐലൻഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് എടുത്തിട്ടുണ്ട്. ആ ഐലൻഡിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഐലൻഡും കാര്യങ്ങളൊക്കെ. ഇവിടെ നീരാളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ എന്തോ സീ മോൺസ്റ്റർ അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഇവിടെ മിസ്റ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രീ ഹൗസ്, കുറേ മരങ്ങളുണ്ട്, അങ്ങനെ കുറച്ച് വീടുകളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഒരു ഷിപ്പുണ്ട്, ഒരു വലിയൊരു ഷിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ആ ഷിപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ആ ഷിപ്പും കാര്യങ്ങളൊക്കെ, ഒരു വലിയ ഷിപ്പാണ്. ഇതിൻ്റെ അകത്ത് റൂമുണ്ട്, ബെഡുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഇതുണ്ടാക്കിയെന്ന് വെച്ചാൽ സിംപ്ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറാണ്. പിന്നെ ഇവിടെ 2-3 ട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്ന് എന്തോ ഐസ്ക്രീമാണ്, അത് എന്തോ അറിഞ്ഞൂടാ ഗൈസ്, എന്തോ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഇതെനിക്ക് അറിഞ്ഞൂടാ, എന്തോ ഗൈസ് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഒരു വലിയൊരു മിസ്റ്ററി ബോക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ അതാണിതോ ആ നീരാളിയും കാര്യങ്ങളൊക്കെ കണ്ടെയ്നറൊക്കെ വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ ഇവിടെ തറയിലും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ആ ഷിപ്പിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഷിപ്പിൻ്റെ അകത്ത് കയറിയിട്ട് അതിന് ശേഷം നമുക്ക് ട്രീ ഹൗസും അവിടെയുള്ളതിലൊക്കെ നമുക്ക് ചുറ്റിക്കറങ്ങി കണ്ടിട്ടൊക്കെ വരാം. ഇത് നമുക്ക് തുറക്കാനൊന്നും പറ്റില്ല ഗൈസ്. ഈ മിസ്റ്ററി പെട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വെടി വെച്ചാലൊന്നും പൊട്ടയൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒരു ജെറ്റ് പാക്ക് സ്പോൺ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഷിപ്പിൻ്റെ അകത്ത് കയറി നമുക്ക് അവിടേക്ക് ആ ഷിപ്പ് എന്തൊക്കെയുണ്ട്, അകത്ത് ബെഡും അങ്ങനെയെല്ലാം കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ഇവിടെ ജെറ്റ് പാക്ക് കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു. ഇത് ഷിപ്പിൻ്റെ ബാക്ക് സൈഡാണ്. ഇതാണ് ബാക്ക് സൈഡ് ഷിപ്പിൻ്റെ. ഇവിടെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ജെറ്റ് പാക്ക് പാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കയറി ബെഡുണ്ടോ അങ്ങനെ വല്ല കിടക്കാനുള്ള അടിപൊളി നല്ല വൈബായിട്ടുണ്ടാകുന്നൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഷിപ്പിൻ്റെ അകത്ത് ഉണ്ടാകുന്ന നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ഒരു വലിയൊരു ഷിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഗൈസ്, നമുക്ക് മെയിനായിട്ട് തന്നെ നമുക്ക് ഒരു ഇൻഫിനിറ്റി ഹെൽത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ഓണാക്കിയിടണം. തെറ്റിപ്പോയി ഗൈസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ കയറുമ്പോൾ തട്ടിയാൽ മുട്ടിയാൽ ചത്തുപോകും. പിന്നെ ഗെയിമിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെ ആയിപ്പോവും. പിന്നെ ഇവിടെ ഇൻഫിനിറ്റി ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അത് എന്തോ വേസ്റ്റ് ബാസ്ക്കറ്റ് മാത്രം എന്തായാലും ഉള്ളതാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് വന്നാൽ ഗൈസ് നമുക്കിവിടെ എന്തോ ബെഡോ അങ്ങനെ എന്തോ ഉണ്ട്. ഇവിടെ ഡോറുകളൊക്കെ ഉണ്ട്, നമ്മൾ ജനലിൽ കൂടി എടുത്ത് ചാടി ഗൈസ്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ്, സോഫ, ലൈറ്റ്, പിന്നെ എന്തായാലും മറ്റേ അക്വേറിയങ്ങൾക്ക് എന്തോ ചെടി എന്തോ ഒരു ഗ്ലാസിൻ്റെ അകത്തിട്ട് വളർത്തുന്നുണ്ട്. പിന്നെ ഇവിടെ അതേപോലെ തന്നെ ലൈറ്റ്, ഇവിടെ ഗൈസ് ടിവിയും ഡ്രോയറും കുറേ വേസ്റ്റ് ബാസ്ക്കറ്റും ഒക്കെ ഉണ്ട് ഗൈസ്. ഇവിടെ അക്വേറിയം, പിന്നെ കട്ടിലും ഉണ്ട് ഗൈസ്. എന്താണ്ട് ഒരു കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഡ്രോയറുണ്ട് ഇവിടെ. നല്ല അടിപൊളി ലൈറ്റുണ്ട്, TV ഒക്കെ കണ്ട് കിടക്കാൻ പറ്റും. പിന്നെ വെളിയിലുള്ള കാഴ്ചയൊക്കെ ഇവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോയി നോക്കാം. ഇതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അടുത്ത മുറിയിൽ. ഇവിടെയും ബെഡൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ ബെഡൊന്നുമില്ല, ഇവിടെ കുറേ സോഫ, ലൈറ്റ്, ഒരു വലിയൊരു ബെഞ്ച് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് വേസ്റ്റ് ബാസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെ TV ഇല്ലെന്ന്, TV ഉണ്ട് ഗൈസ്. ഇവിടെ ഒരു TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ചെറിയ മേശ, 2 സോഫ, വേസ്റ്റ് ബാസ്ക്കറ്റ്, അങ്ങനെയൊക്കെ ഇവിടെയും ഉണ്ട്. അക്വേറിയം. അപ്പോൾ ഇത്രയൊക്കെ ആണെന്ന് തോന്നുന്നു ഇവിടെയുള്ള റൂമുകൾ. നമുക്ക് എന്തായാലും ഇതിവിടെ കൂടെ അങ്ങ് വെളിയിൽ ഇറങ്ങി നോക്കാം. ഇവിടെ കുറേ ഇതിന് മണ്ടയിൽ കയറി ഗൈസ്. ഞാൻ ഇവിടെ കൂടെ നമുക്ക് നോക്കിയാൽ വെളിയിലുള്ളത് കാണാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ആ നീരാളിയും കാര്യങ്ങളൊക്കെ കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ പിടിച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കൂടെയൊക്കെ നോക്കിയാൽ നമുക്ക് സ്നൈപ്പർ വെച്ചൊക്കെ നോക്കിയാൽ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഐസ്ക്രീം കടകളൊക്കെ ഇരിക്കണം, അതൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ. മണ്ടയിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതാണ്. പിന്നെ ഒരു വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ.
പിന്നെ ഗൈസ് നമുക്കിനിയും ഒന്ന് താഴെ ഇറങ്ങി നോക്കാം. താഴെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ കൊടുത്തിട്ടുണ്ട് ഗൈസ്, ഒരു യെല്ലോ കളർ സ്റ്റെപ്പ്, ലൈറ്റ് യെല്ലോ, പീച്ച് കളറാണെന്ന് തോന്നുന്നു. ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ. ഇതാണ് ഫ്രണ്ട് സൈഡ് നമ്മളെ ബോട്ടിൻ്റെ. പിന്നെ അപ്പുറത്തൊരു സ്റ്റെയർ ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ബൈക്ക് സ്പോൺ ചെയ്തതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ചുമ്മാ ഒരു രസത്തിന് ഞാൻ പോകുന്നതാണ്. ഒരു ബൈക്ക് സ്പോൺ ചെയ്തതിന് ശേഷം ബൈക്കും കൊണ്ടൊന്ന് അഡ്വഞ്ചറായിട്ട് ആ സ്റ്റെപ്പിൻ്റെ വണ്ടിയിലൊക്കെ ഒന്ന് കയറി പോകാനാണ് ഞാൻ വിചാരിക്കണം. നമുക്കെന്തായാലും ഒന്ന് കയറി പോവാം. ബൈക്ക് ഇതിൻ്റെ വണ്ടിയിലൊക്കെ കയറുമെന്ന് ഞാൻ വിചാരിക്കണം. ബൈക്ക് കയറും ഗൈസ്. ബൈക്ക് കയറിപ്പോയി, ചാടിപ്പോയി. ഇനി നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഇത്രയേ ഉള്ളെന്ന് തോന്നുന്നു ഗൈസ് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ. പിന്നെ അവിടെ ഒരു ഡോൾഫിൻ അല്ലെങ്കിൽ ഒരു സീ മോൺസ്റ്ററാ, തോനെ കണ്ണുണ്ട്. എന്തരാ ഗൈസ് അറിഞ്ഞൂടാ, എന്തോ സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു ജെറ്റ് പാക്ക് സ്പോൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിയകത്ത് പോയി നോക്കാം. പറ്റുമോ എന്തോ ഗൈസ്. നമുക്കെന്തായാലും അതിൻ്റെ ബാക്കിയകത്ത് പോയി നോക്കാം. ഒരു ജെറ്റ് പാക്ക് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സ്പോൺ ചെയ്യണം. നമുക്കത് സ്പോൺ ചെയ്തതിന് ശേഷം അതും കൊണ്ട് അതിൻ്റെ ബാക്കിയകത്ത് കയറി പോകാൻ പറ്റുമെന്ന് നോക്കാം. കുറേ പല്ലൊക്കെ ഉണ്ട്. നമുക്കതിൻ്റെ ബാക്കിയകത്ത് ഇരിക്കാൻ പറ്റൂലെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എന്തോ ജീവി എന്തിനാണ് എന്തോ എൻ്റെ വായും തുറന്നിരിക്കുന്ന ഒരു ജീവി ഗൈസ്. 4-5 കണ്ണൊക്കെ ഉണ്ട് ഇതിന്. എന്തായാലും ഗൈസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇതിൻ്റെ ബാക്കിയകത്ത് കൊണ്ടുപോയി നമുക്ക് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. വണ്ടിയല്ല ഗൈസ്, ജെറ്റ് പാക്ക് ഒന്ന് കൊണ്ടുപോയി അവിടെ നിർത്തിയിടാം ഗൈസ്. ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റില്ല, ഒരു വാള് കണക്കെന്തോ ഇത് തടഞ്ഞു വയ്ക്കണം ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ. എന്തായാലും നമുക്കൊന്ന് നോക്കി നോക്കാൻ പറ്റുമെന്ന്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നൈസായിട്ട് ഇറങ്ങാം. ഒരു വായുവിൽ നടക്കും പോലെയൊക്കെ ഉണ്ട്. നടക്കും പോലെയൊന്നുമല്ല, താഴ്ന്ന് പോകണില്ല, ഇങ്ങനെ തന്നെ നിൽക്കണം. എന്തായാലും നമുക്ക് ഒന്നും കൂടെ താഴ്ത്തി നോക്കാം. വണ്ടി ഓഫ് ചെയ്ത് നോക്കാം. ഗൈസ് ഓഫായപ്പോൾ ഇവിടെ വന്ന് വീണിട്ടുണ്ട്. നമുക്ക് ഇറങ്ങി നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ കൂടെ നടക്കാൻ അല്ലെങ്കിൽ നമ്മൾ വായുവിൽ കൂടെയല്ലേ നടക്കണേ. അതാണ് നമ്മൾ വായിൽ കൂടെ നടക്കും കണക്ക്. കണ്ട വായിൽ കൂടെ നടന്നു പോകും കണക്ക്. അതിൻ്റെ വായിലല്ല, വായുവിൽ കൂടി നടന്നു പോകും കണക്ക്. നമ്മൾ ക്യാരക്ടർ വായുവിൽ ഇങ്ങനെ നടന്ന് പോയി അപ്പുറത്ത് പോകാൻ പറ്റണില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഒരു ബൈക്കോ വല്ലതും സ്പോൺ ചെയ്താലേ നമുക്ക് പല്ലിൻ്റെ അപ്പുറത്ത് പോകാൻ പറ്റുള്ളൂ. എന്തായാലും ഇവിടെ വന്ന് വീണിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയിൽ കയറാൻ നോക്കി അപ്പോൾ തട്ടിയടിച്ച് വീണിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തിട്ട് അവിടെ പോകാൻ അവിടെ ഒരു 400 അടിച്ചതിന് ശേഷം ഒരു ബൈക്ക് എടുത്തിട്ടുണ്ട്. ഈ ബൈക്ക് എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ ബാക്കിയകത്ത് പോകുന്നുണ്ട്. ഞാൻ ബാക്കിയകത്ത് പോയതിന് ശേഷം നോക്കട്ടെ പറ്റുമോ. ബൈക്കൊക്കെ പറന്നു പോണ് ഗൈസ്. കണ്ട ഇതെന്താ പൊങ്ങിയും തന്നൊക്കെ ഇരിക്കണം ഇതിൻ്റെ വായും കാര്യങ്ങളൊക്കെ. നമുക്കെന്തായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് നൈസായിട്ട് പോയി നോക്കാം. കയറി ഗൈസ്. അയ്യോ പോയി, കയറിയിട്ടങ്ങ് പോയി ഗൈസ്. പറ്റില്ല നമ്മളെ കൊണ്ട്. എന്തായാലും നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയിൽ കൂടെ കയറാൻ പറ്റും. ഗൈസ് കയറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ശരിയായി കയറിയിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ വന്ന് വീഴണം. ഒരു ഗ്രാവിറ്റി ഇല്ലാത്തതൊക്കെ ഉണ്ട് ഇവിടെ. അയ്യോ വീഴല്ലേ. അയ്യോ ഗൈസ് പണി കിട്ടിയ അതോ നമ്മൾ ക്യാരക്ടർ പറന്ന് അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചൊക്കെ കയറാൻ പറ്റുമോ എന്തോ. നമുക്കെന്നാലും കുഴപ്പമില്ല ഗൈസ്, കയറാനൊക്കെ പറ്റും. നമ്മളെ ബൈക്ക് കാര്യങ്ങളൊക്കെ അവിടെ പറന്ന് നിൽക്കണം. ഇതാണ് നടന്നിട്ട് പോകണം. നമുക്കെന്തായാലും ഇവിടെ നിന്ന് വെടി വെച്ച് നോക്കാം. വെടി വെച്ചിട്ടൊരു കഴിയുമില്ല ഗൈസ്, ഒന്നും പറ്റൂല. ഇവിടെ ഒരു ബുള്ളറ്റിൻ്റെ ഒരു അടയാളം പോലും അവിടെ വീഴുന്നില്ല. അപ്പം ഇത്രയൊക്കെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ. നമുക്കിനിയൊന്ന് പുറത്തിറങ്ങിയിട്ട് വേറെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പോകാം. ട്രീ ഹൗസ് കാണാം, വേറെ ഹൗസൊക്കെ കാണാം. നമ്മൾ ക്യാരക്ടറും കേൾക്കുന്നതോ ഇടിച്ചു പോയത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. ഇൻഫിനിറ്റി ഹെൽത്ത് ഓണാക്കിയത് ഞാൻ ഈ കാരണം കൊണ്ടാണ് ഗൈസ്. അല്ലെങ്കിൽ നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തേക്ക് അങ്ങ് പോകില്ല ഗൈസ്. പിന്നെ ഒന്നേന്ന് നമ്മൾ എടുക്കേണ്ടി വരും. നിങ്ങൾക്കിനി ഞാൻ ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ കാണിച്ചിടാം. ഇവിടെ ലാഡറുണ്ട്, കുറേ മരങ്ങളുണ്ട്. എന്തായാലും കൊള്ളാം ഗൈസ്. ഞാൻ ഇവിടെ ഒരു ബൈക്കും കാര്യങ്ങളൊക്കെ സ്പോൺ ചെയ്തതിന് ശേഷം പോകുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ബുള്ളറ്റ് സ്പോൺ ചെയ്തതിന് ശേഷം ബുള്ളറ്റിൽ ട്രീ ഹൗസിൻ്റെ സ്റ്റെപ്പിൽ കൂടെ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. അല്ലെ നമുക്ക് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് അതിൻ്റെ സ്റ്റെപ്പിൻ്റെ വണ്ടയിൽ കൂടെ കയറി പോവാം. ഇതുവരെയായിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാരണം ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും കയറ്റി നോക്കാം. ഗൈസ് ബൈക്ക് അവിടെ കുടുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നടന്നു പോകുന്നതാണ് നല്ലത്. ബൈക്കും കൊണ്ടൊന്നും കയറാൻ പറ്റില്ല, പറ്റൊക്കെ ചെയ്യും പാടാണ്. നമുക്ക് ഇങ്ങോട്ടൊക്കെ നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റൂ. അപ്പോഴത്തേക്കും ഒരു നേരവും. അപ്പോൾ ഗൈസ് ഞാൻ ട്രീ ഹൗസിൻ്റെ അകം ഇങ്ങനെയാണ് ഇരിക്കുന്നത്.
പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. സോഫ ഉണ്ട് താഴത്തെ നിലയിൽ. പിന്നെ ഇവിടെ ഒരു ഫുൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൂടെ നോക്കിയാൽ നമുക്ക് വെളിയിലെ കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒരു ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാറ്ററിംഗുകളൊക്കെ അപ്പോൾ ഇവിടെ നിന്ന് വന്ന് വീണിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെ ഗൈസ് നമ്മൾ ഈ ട്രീ ഹൗസ് ഈ ഐലൻഡിലുള്ള. പിന്നെ ഇതേപോലെ തന്നെ അപ്പുറത്തും ഒരു ട്രീ ഹൗസ് ഉണ്ട് ഇതേപോലെ തന്നെ. പിന്നെ ഒരു വീടുണ്ട്. അതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്കൊരു ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു റെഡ് കളർ ഹെലികോപ്റ്ററാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് കളർ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വരാൻ റൂമറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വീഡിയോ പറയുന്നതായിരിക്കും. അതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് ആ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആ ഹെലികോപ്റ്റർ എന്ന് വെച്ചാൽ ഒരു ഫയർ ഹെലികോപ്റ്ററാണ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ഫയർ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ. ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആകുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഫയർ ഹെലികോപ്റ്റർ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ടോട്ടൽ ആർമി ഹെലികോപ്റ്റർ, പോലീസ് ഹെലികോപ്റ്റർ, ബട്ടർഫ്ലൈ ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗെയിമിലുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഫയർ ഹെലികോപ്റ്ററും കൂടെയാണ് വരാൻ പോകുന്നത്. അതെന്തായാലും പെട്ടെന്ന് ആഡ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് അപ്പോൾ മൊത്തം 4 ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു ജൂൺ അപ്ഡേറ്റിൽ ഒരു പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അത് മിക്കവാറും നമ്മുടെ RGS മെനു വഴിയായിരിക്കും ആ പോലീസ് ബൈക്ക് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ പോലീസ് ബൈക്ക് എങ്ങനെ ഇരിക്കുമെന്ന്. ഇതാണ് അപ്പോൾ പോലീസ് ബൈക്ക്. നമുക്ക് RGS മെനുവിൽ പോലീസ് ബൈക്ക് GLB എന്ന് പറഞ്ഞ് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ട്രാക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നു. റൂമറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡിൽ നല്ല പുതിയ അപ്ഡേറ്റുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഇവിടെ പറയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു എയറോപ്ലെയിനും കൂടി വരുന്നുണ്ട്. ആ എയറോപ്ലെയിൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ എയറോപ്ലെയിൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ പ്ലെയിനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്ന ഒരു ഗ്രേ കളറിലാണ് നമുക്ക് ഈ പ്ലെയിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇങ്ങനെയായിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്. നമുക്ക് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് ഈ കളർ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.